ഇതാണ് 10th വരെ ഞാൻ പഠിച്ച സ്കൂള്. 2025 20 വർഷത്തിന് ശേഷമുള്ള ഞങ്ങളുടെ 10th ബാച്ചിൻ്റെ 2005 ബാച്ചിൻ്റെ റീയൂണിയൻ ആയിരുന്നു. ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു. ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുമുട്ടിയിട്ട് സൗഹൃദം പങ്കുവയ്ക്കുക എന്നുള്ളത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. 3 ഡിവിഷനാണ് ഞങ്ങൾക്ക് 10th ഉണ്ടായിരുന്നത്. ഇതാണ് ആ 3 ഡിവിഷൻ ABC. ഇതാണ് ഞാൻ. ഞങ്ങളുടെ മാഗസീൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ മാഗസീനിൽ സ്കൂൾ ലീഡർ ആയിരുന്നതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഞാൻ ഒരു ക്ലിക്ക് എടുത്ത് വെച്ചു. ഞങ്ങളൊരു റീക്രിയേഷൻ ഉള്ള പോലെ പണ്ടത്തെ പോലെ സ്കൂൾ അസംബ്ലിയോട് കൂടിച്ചാണല്ലോ തുടങ്ങിയത്. അങ്ങനെ ഒരു അസംബ്ലിയോട് കൂടിച്ചാണ് തുടങ്ങിയത്. അപ്പോൾ അതിൽ അന്ന് സ്കൂൾ ലീഡർ ആയിരുന്ന കാരണം ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലെഡ്ജ് ചൊല്ലുന്ന വീഡിയോ ആണിത്. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സസൈസ് ഒരു കുട്ടി വന്നിട്ട് ചെയ്യുന്ന വീഡിയോ ആണിത്. വെൽക്കം സ്പീച്ചോട് കൂടിയിട്ടാണ് ഔദ്യോഗികമായിട്ട് പ്രോഗ്രാംസ് ആരംഭിച്ചത്. ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അവർക്ക് സ്പെഷ്യൽ താങ്ക് യു. കാരണം ഈ 15ഓളം ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. 100ഓളം കുട്ടികൾ പല ഭാഗത്തു നിന്നായിട്ട് 2005 ബാച്ച് ഒത്തുകൂടി ടീച്ചേഴ്സിന് ഞങ്ങൾക്കൊരു മൊമെൻറ്റ് കൊടുത്ത് ആദരിച്ചു. പിന്നെ അവിടെ നിങ്ങളുടെ കലാപരിപാടികളായിരുന്നു. പാട്ട് പാടാൻ അറിയുന്നവരത്, ഓൺലൈനിലൂടെ അവർ പ്രാക്ടീസ് ചെയ്ത ഡാൻസ്, അങ്ങനെ അടിപൊളി ഗെയിംസൊക്കെ ആയിട്ട് എല്ലാവരും പരസ്പരം കണ്ടുമുട്ടി സൗഹൃദം. ടീച്ചേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കമ്മിറ്റി. ഇവരാണ് ശരിക്കും ഇത് പ്രായോഗികമാക്കിയത്. പിന്നെ ഈ പുനർനവ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തതിന് എനിക്കും ഒരു പ്രൈസ് കിട്ടി. ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ. ഈ പ്രോഗ്രാം മുന്നിൽ നിന്ന് നയിച്ചത് ഹിൽഡയാണ്. അപ്പോൾ അങ്ങനെ ഗേൾസ് ഓൺലി ബാച്ച് ആയിട്ടുള്ള ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ട് ഞങ്ങളുടെ ഇന്നെടുത്ത ഫോട്ടോ ഞങ്ങളുടെ 3 10th ബാച്ചിൻ്റെ ഒപ്പം വെച്ചിട്ട് ഒരു സോവനിയർ പോലെ റെഡിയാക്കിയിട്ട് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു.